ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളിത് ഇന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ എല്ലാവരും തന്നെ ഉണ്ട്. നമ്മൾ മൈജിന്നാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് പോകുന്നത്. എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെ കാണാൻ പോകുന്നത് എല്ലാം പറയാം. നമ്മൾ നേട്ട പോണേ കൊളുക്കുമല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുള്ളൂ. എല്ലാവരും തന്നെ ഉണ്ട്. നമ്മളിത് മമ്പട്ടാസ് ആയിട്ടുള്ള ഈ ഒരു ബസ്സിലാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ രാത്രി അവിടുന്ന് ഒരു 9 മണിയാകുമ്പോൾ കയറിയാണ്. അവിടെ രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ എത്തും കേട്ടോ. ഓക്കെ, സോ എന്തായാലും പോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. പോലെ അപ്പോൾ എന്തായാലും പോവാട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഹായ്. ഓക്കെ ഗൈസ്, ഇവിടുന്നാട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമയം 4:30 ഇവിടുന്ന് നമ്മൾ ജീപ്പിൽ ഏതാണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഏട്ടാ? നമ്മൾ ഓഫ് റോഡിൻ്റെ കുറേ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ അതൊരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ 4 മണിക്കാണ് ജീപ്പിൽ കയറുന്നത്. അത്രയും നേരം ബസ്സിൽ കിടന്ന് ഉറങ്ങിയിട്ട് നേരെ ഈ ഒരു ഓഫ് റോഡ് പോയതൊരു വല്ലാത്തൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മെമ്മറി ആയിരുന്നു. സോ ഒരു ജീപ്പിന് അങ്ങനെ കയറാൻ വേണ്ടി 300 സംതിങ് ആട്ടോ വന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ജീപ്പ് ഇതുവരെ പോകുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പോൾ വീണിന്നവിടെ ജീപ്പ് നമ്മൾ ഇതുവരെ പോകുള്ളൂ. ഇവിടുന്ന് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, കൊളുക്കുമല എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, ഫൈനലി ഇത് നമ്മളിതാ കൊളുക്കുമലയിൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെ ട്രിപ്പ്, ഇതുവരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ആ ഒരു ഓഫ് റോഡിൽ വരുന്നതൊക്കെ. ഇവിടെ ഫുള്ള് ഇറിട്ടാണ്. എന്തായാലും കുറച്ച് ടൈം പിടിക്കും. ഗൈസ്, നമ്മളിവിടെ എല്ലാവരും തന്നെ സൺറൈസ് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് ഈ കാണുന്ന മലയാണ് മീശപ്പുലി മല എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് വന്നിട്ട് ഇതുവരെ സൺറൈസ് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 7 മണിയായി. കാരണം മേഘത്തിൻ്റെ ഇടയിൽ വിട്ടുപോയി സൂര്യൻ. പക്ഷേ ഇവിടേക്ക് രാവിലെ വന്ന ആ ഒരു ഓഫ് റോഡ് റൈഡും അതേപോലെ തന്നെ ഇവിടെ രാവിലെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടുന്ന് പോവാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഓഫ് റോഡിങ്ങൊക്കെ? ആകെ കൊതി. ഇവിടെ എത്തിയപ്പോഴത്തെ ആകെ കിളി പോയിന്ന് സത്യം പറഞ്ഞാൽ. നെക്സ്റ്റ് ഉണ്ടോ? റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം. സംഭവം അടിപൊളിയായിരുന്നു. ആ ഒരു സൺറൈസും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ഇത് ഓരോ വണ്ടികളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ജീപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാ ജീപ്പും അവിടുന്ന് ലൈക്ക് ഈ റോട്ടിൽ നിന്ന് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാതും അവിടെ കയറിയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ജീപ്പ് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് കയറി പോവാം. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ. ഞാൻ എത്രമാത്രം നമുക്കതൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയെന്ന് അറിയില്ല. സോ എന്തായാലും പന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ ഇനി എന്തായാലും സെക്കൻഡ് പാർട്ടായിരിക്കും. നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നേരെ റൂമൊക്കെ ചെല്ലുക. അവിടുന്ന് ഫ്രഷപ്പ് ആയിട്ടാണ് പിന്നെ ഇറങ്ങുന്നത്. ഇവിടെ രാവിലെ നമ്മളിവിടെ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ഒരു എനിക്ക് തോന്നുന്നത് അധികം ടൈം ആ വീഡിയോ എടുത്തിട്ടില്ല. അറൗണ്ട് ഒരു 1 ഹവറോളം നമ്മൾ ജീപ്പിൽ അവിടുന്ന് യാത്ര ചെയ്തു ഓഫ് റോഡ്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇതൊന്നും ഒന്നുമില്ല കേട്ടോ. അവിടുന്ന് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ റോഡൊക്കെ ഒരു പക്ക ഓഫ് റോഡാണ്. നമുക്ക് പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.